മഹാഗുരുശരണം ഹരിഗുരുസ്മരണയോടെ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്ന് 2025 മാർച്ച് 3-ാം തീയതി കേരളത്തിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും SLC ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനും അതിൽ ഉന്നത വിജയം കൈവരിക്കുവാനും കഴിയട്ടെ എന്ന് എൻ്റെ ഗുരുപരമ്പരയോടും എൻ്റെ ഉപാസനാമൂർത്തികളോടും അതുപോലെ കേരളത്തിലെ വിവിധ ജില്ലകളിലും ദേശങ്ങളിലുമുള്ള ദേവതകളോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രധാന ഊർജ്ജകേന്ദ്രമായ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നു. അപ്പോൾ കുറേയധികം ആൾക്കാരെ ഇന്നലെ കോണ്ടാക്ട് ചെയ്തു, ഇനിയും കുറേയധികം ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് എടപ്പള്ളി, പേരണ്ടൂർ, പാവക്കുളം ക്ഷേത്രങ്ങളിൽ പോവേണ്ടതുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ രാത്രിയായി. എൻ്റെ അനന്തരവളെ കാണാൻ പോയി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മാവ റെസ്റ്റ് എടുക്കണം, അമ്മാവ നോക്കണം, എപ്പോഴും ഫോൺ ഇരിക്കരുത് എന്നുള്ള അഡ്വൈസ് തന്നു. അപ്പോൾ അതും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്കിലും ഒരു ദിവസം ഇപ്പോൾ 12 മണിക്കൂറോളമാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിമിതികളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ പല ആൾക്കാരും ടെക്സ്റ്റ് മെസ്സേജിലും വാട്സാപ്പിലും അയച്ചത് കുട്ടികളുടെ 10ാം ക്ലാസ് 12ാം ക്ലാസ്സിൻ്റെ ഇന്ന് പരീക്ഷ തുടങ്ങുന്നു എന്നാണ്. എൻ്റെ ക്ലോസ് റിലേറ്റീവ്, എൻ്റെ അളിയൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ മകനും പരീക്ഷയാണ്. എൻ്റെ ക്ലോസ് റിലേറ്റീവിൽ പല ആൾക്കാരും ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൂടാതെ പല ആൾക്കാരും ശാരീരികമായിട്ട് ഉള്ള അസുഖം, ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകുന്നു എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ചില ആൾക്കാരുടെ ഫോട്ടോ, നാള്, പേര്, അവരുടെ കുടുംബ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞാൻ സങ്കല്പം ചെയ്യുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കർത്തവ്യം നിർവഹിക്കുന്നത്. ഇത് ആരോടും ചെയ്യുന്ന ഒരു ഔദാര്യമല്ല, എൻ്റെ ധാർമ്മിക ബാധ്യതയാണെന്ന് തന്നെ എൻ്റെ ഗുരുക്കന്മാരും അവരുടെ ഉപദേശം മനസ്സിലാക്കിയിട്ട് ഞാൻ ആ കർത്തവ്യം നിർവഹിക്കുന്നു. അതുകൂടാണ്ട് ഇന്നലെ 3 പേര് GPayയിൽ പണം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് നമ്പർ 7757 8831 6012 എന്നാണ്. അപ്പോൾ ഈ നമ്പറുകൾ സേവ് ചെയ്തതായിട്ട് കാണുന്നില്ല അവസാനം. അപ്പോൾ ദയവ് ചെയ്ത് ആരാണെന്നൊന്ന് അറിയിക്കുക. കഴിയാവുന്നതും ആ GPayയിൽ തന്നെ നിങ്ങളുടെ ഫുൾ നമ്പർ ഒന്ന് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിൽ മെസ്സേജ്, പണം അയച്ചിട്ട് മെസ്സേജ് അയക്കാമല്ലോ. അപ്പോൾ അതിനകത്ത് ഫുൾ നമ്പരൊന്ന് കാണിക്കുക, പേരും കാണിക്കുക പ്ലീസ്. കാര്യം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പൈസ വാങ്ങിച്ച് വെക്കുന്ന ശീലം എനിക്കില്ല. ആര് പൈസ തന്നാലും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ പേരിൽ എന്തെങ്കിലും ചീട്ടാക്കും, ഇല്ലെങ്കിൽ അവരുടെ പേര് സങ്കല്പിച്ചുകൊണ്ട് കാണിക്കുകയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യും. കാര്യം ഈ തരുന്നത് അവരുടെ ഒരു ഉദ്ദിഷ്ട കാര്യത്തിനാണ് തരുന്നത്. അപ്പോൾ ആ ഉദ്ദിഷ്ട കാര്യം നടക്കാനായിട്ട് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ദയവ് ചെയ്ത് ആരും വെറുതെ ഇങ്ങനെ GPay നമ്പർ ഞാൻ ആ പബ്ലിഷ് ചെയ്ത നമ്പർ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിലിങ്ങനെ എമൗണ്ട് അയച്ച് മിണ്ടാണ്ടിരിക്കല്ലേ. നിങ്ങളുടെ നമ്പർ, പേര്, നക്ഷത്രം കൂടി ദയവ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത് വെച്ച് എനിക്ക് സേവ് ചെയ്യാനും പറ്റും. കാര്യം എൻ്റെ വാട്സാപ്പിൽ ഇപ്പോൾ 500ഓളം മെസ്സേജസ് വന്നു കഴിഞ്ഞു. ടെക്സ്റ്റ് മെസ്സേജ് 100-ന് മേലായി കഴിഞ്ഞു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 100-ന് മേലായി, കംപ്ലീറ്റ് എണ്ണിയിട്ടില്ല. ചിലർ 1-ൽ കൂടുതൽ അയച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഓരോരുത്തരുടെ നോക്കാം. ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക, എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ ആസ്ട്രോളജർ. ഇപ്പോൾ നമ്മുടെ അവാക് മീഡിയയുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു ആസ്ട്രോളജർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്ത വേറൊരു വ്യക്തി അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ആസ്ട്രോളജറിയുടെ സേവനമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആസ്ട്രോളജേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ആസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ അതിനകത്തുണ്ട്, അവാക് മീഡിയയുടെ ഗ്രൂപ്പിലുണ്ട്. കാര്യം നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഞാനൊരു ആസ്ട്രോളജർ അല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരുപാട് വായിച്ച് കൺഫ്യൂഷനായോ എന്ന് പലർക്കും തോന്നാം. ഒരു കാര്യം, ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനി 1986 വിദ്യാരംഭ ദിവസം എന്നെ വിളിച്ച്, കാര്യം അതിനു മുമ്പ് ബ്രഹ്മി സാരസ്വത കൃതം തന്നിരുന്നു 41 ദിവസത്തേക്ക്. അത് വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സം നേരിട്ടപ്പോൾ ഒരു ദശാസന്ധി കാലഘട്ടത്തിൽ തന്നതാണ്. അത് അദ്ദേഹത്തിന് ശിഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ നേരത്തെ അബാക്കിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ശിഷ്യപ്പെടുന്നവരെല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതും ഒരു കാരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ തന്നെ പള്ളിപ്പുറത്ത് തന്നെ കോപ്പായിൽ എന്ന് പറഞ്ഞൊരു വിഷ്ണു ക്ഷേത്രമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ. അവിടെ പ്രഗത്ഭനായൊരു ജ്യോതിഷമുണ്ട്, ശ്രീ ഗോപാലൻ ജ്യോത്സ്യർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ. കുറച്ച് നാളത്തേക്കേ അവിടെ പോയുള്ളൂ. അത് കഴിഞ്ഞൊരു പ്രൈവറ്റ് ജോലി കിട്ടിപ്പോയി. അപ്പോൾ അന്ന് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അച്ഛനും വന്നിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ അവിടെ പോയിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും കൂട്ടത്തിൽ വന്നിരുന്നു. അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശിഷ്യ, നമുക്കെന്ത് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും പറഞ്ഞു തരികയില്ല. നമുക്കറിയാൻ പാടില്ലാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. നമുക്കറിയുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചോദിച്ചാലും നിനക്കറിയില്ല എന്ന് നീ പറയണം. നിനക്കറിയാമെന്ന് പറഞ്ഞാൽ ഇതറിയാമല്ലോ, ഇനി ഇതൊന്നും പഠിക്കാനില്ലല്ലോ. വേറെ ചോദിച്ചാൽ അതറിയാമല്ലോ, അത് പഠിക്കാനില്ലല്ലോ എന്ന് അദ്ദേഹം പറയും. കാര്യം അദ്ദേഹം അത്രയ്ക്കും പ്രഗത്ഭനാണെന്ന് തിരുമേനി പറഞ്ഞിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയില്ല ക്ഷമിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ 17-18-19 വയസ്സാണ് പ്രായം. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചോടാ, നീ തിരുമേനിയുടെ അടുത്ത് ഇത്രയും നാൾ പോയിട്ട് നീ നക്ഷത്രങ്ങൾ അറിയില്ല, തിഥികൾ അറിയില്ല, സൂര്യൻ എന്താണ്, ഇപ്പോൾ ശനി എവിടെയാണ്, ഇതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി ഇങ്ങനെ പറഞ്ഞു തന്നു വെച്ചാൽ, ഇങ്ങനെ നമുക്ക് ചെറിയ കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് അറിയാമെന്ന് നമ്മൾ ഭാവിച്ചു കഴിഞ്ഞാൽ അടുത്ത അറിവ് നമ്മളിൽ തടസ്സപ്പെടും എന്ന് പറഞ്ഞ് തിരുമേനി പറഞ്ഞു തന്നൊരു വലിയ ഒരു മഹത്തായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ്റെ യൂട്യൂബിന് താഴെ ഓരോരുത്തരും ഇടുന്ന കമൻറ്റും ചിലപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ പറഞ്ഞത് കുമാരനാശാനാണെന്ന് എനിക്കറിയാമായിരിക്കാം. അറിയില്ല എന്ന് തന്നെ ഞാൻ ഭാവിച്ച് അത് പറഞ്ഞു തരുന്ന ആളെ, അവരുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ ഞാൻ വന്ദിച്ചുകൊണ്ട് അതിന് നന്ദി പറയുന്നു. അത് എൻ്റെ ശീലമാണ്. എന്നെ വ്യക്തിപരമായി അറിയുന്ന ഓരോരുത്തർക്കും അറിയാം ശ്രീനിവാസപ്പയ്യ എന്താണെന്ന്. അവരാരും യൂട്യൂബിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അതിൽ ഏതൊരു കൊച്ചുകുട്ടിയെയും അവർ പറഞ്ഞു തരുന്ന അറിവിന് അത്രയും ബഹുമാന പുരസരം ഇതെനിക്കറിയില്ലായിരുന്നു, അമ്മാവന് പറഞ്ഞു തന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ചെറിയ മനസ്സാണ് എൻ്റേത്, ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. പിന്നെ വളരെയധികം കൺഫ്യൂഷനിലാണ് ഞാൻ. വളരെ ശരിയാണ്. കാര്യം ശ്രീനിവാസപ്പയ്യ എന്ന ബോധം, ഈ ബോധം എങ്ങോട്ട് സഞ്ചരിക്കണമെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഒരു ആശ്രയം എന്നുള്ള രീതിയിൽ കുറേയധികം ആൾക്കാരുടെ മെസ്സേജ് കാണുമ്പോൾ, ഈ മഹാഭാരത യുദ്ധത്തിൽ എന്ത് ചെയ്യണം കൃഷ്ണ എന്ന് കൃഷ്ണൻ്റെ കാലടികളിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്ന അർജുനനെ പോലെ ഞാനിരുന്നു പോകുന്നു. എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ ഉപാസനാമൂർത്തികളോട് ഞാൻ കേണപേക്ഷിക്കുന്നു, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വഴികാട്ടിയാകാനുള്ള നിയോഗം എനിക്ക് തരണമേ ദൈവമേ എന്ന്. കാര്യം എനിക്ക് ജ്യോതിഷപരമായ അറിവുകളില്ല, ഞാൻ ഇനിയും പറയുന്നു. അത് ഉറപ്പായിട്ടൊരു സോഷ്യൽ മീഡിയയിൽ പറയാൻ എനിക്കൊരു മടിയില്ല. അപ്പോൾ പലരും വിചാരിക്കും, ചേട്ടനപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിയത് എങ്ങനെയാണെന്ന് വിചാരിക്കും. അതെൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹവും എൻ്റെ ഉപാസനാമൂർത്തികൾ തരുന്ന ബലവുമാണ്. അതെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. അത് ഈ കൃഷ്ണനെ സാക്ഷിയാക്കി നിർത്തിയാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ ആ ഫോട്ടോ നോക്കിയാണ്, അത് തന്നെയാണ് ഈ ക്യാമറയിൽ നിങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ശനിയുടെ കാര്യത്തിൽ പല ആൾക്കാരിട്ട കമൻറ്റുകൾ, എനിക്ക് പേഴ്സണലി അയച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് വിചാരിക്കുക, കാക്ക അതെടുത്തില്ല എന്ന് പറഞ്ഞ ശനീശ്വരന് നിങ്ങളോട് കോപമൊന്നുമില്ല. ഒരു കാര്യം മാത്രം ഈ ഗുരു പറയും, കാകദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര തദൈവജ അല്പാഹാരം ജീർണവസ്ത്രം ഏവം വിദ്യാർത്ഥി ലക്ഷണം എന്ന് പറയും. അതിൽ കാകദൃഷ്ടി എന്ന് പറഞ്ഞാൽ, കാക്കയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സയൻറ്റിസ്റ്റ്, ഈ നമ്മുടെ ഭൂഗോളത്തിലൊരു പ്രകൃതിയുടെ സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം സ്ഥാനം വരുന്നത് കാക്കയാണ്. കാര്യം കാക്കയുടെ ദൃഷ്ടി അത്ര ഇതാണെന്ന് പറയുന്നത്. അപ്പം നമ്മളിൽ എന്തെങ്കിലും കാർമ്മിക ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഈ കാക്കയ്ക്ക് വെച്ച് കാത്തിരുന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് വെച്ചില്ലെങ്കിൽ നാളെ നമ്മൾ വയ്ക്കും, മറ്റന്നാളെ വയ്ക്കും, ഇങ്ങനെ ഇരുന്ന് ആ കാർമിക് ബ്ലോക്ക് നമ്മൾ ക്ലിയർ ആക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞ്,
സാറേ എനിക്ക് അതിശയമാകുന്നു, ഞാൻ ആ എള്ള് ഇട്ട ആ പായസം വെച്ചിട്ട് കാക്ക കഴിച്ചില്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചോറ് കഴിച്ചതോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൊടുത്തപ്പോൾ കാക്ക കഴിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർമിക് ബ്ലോക്ക് ക്ലിയർ ആകണം. അതുകൊണ്ട് കാക്കയ്ക്ക് വെക്കുന്നത് തുടരുക. അതുപോലെ ഒരു വ്യക്തി ചോദിച്ചത് അമ്മുമ്മയുടെ അടിയന്തരത്തിൻ്റെ അന്ന് വെച്ചത് കാക്ക കഴിച്ചില്ല എന്നാണ്. ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ സങ്കല്പിച്ച് അടിയന്തരം നടത്തുന്നുവോ അവർക്ക് ഇഷ്ടപ്പെട്ട കറി നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുടുംബത്തിലെ ഒരു ചേട്ടൻ, ശ്രീധരപ്പയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഹൈദരാബാദാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം വെടിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങ് ചെയ്തത് ഞാനാണ്. കാര്യം അദ്ദേഹത്തിന് ഒരു മോളേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അനിയത്തിയുണ്ട്, ജയചേച്ചി എന്നാണ് പറയുന്നത്. വേട്ടക്കലാണ് ജോലി, ടെലിഫോൺസിലായിരുന്നു ചേച്ചി. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടന്ന സംഭവമായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 13 അടിയന്തരം 12 അടിയന്തരം വരെയും ചെയ്തു. 12 അടിയന്തരമാണ് ഞങ്ങൾക്ക് സവണ്ടി, അതുകൊണ്ട് കാക്കയ്ക്ക് വെച്ച് കാക്ക എടുത്തു. 13-ാം തീയതി 13 അടിയന്തരം ചെയ്തു. വളരെ ഭയഭക്തി മനസ്സോടെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൊച്ചച്ഛൻ്റെ സ്ഥാനമാണ് വരുന്നത്. പക്ഷേ കാക്കയ്ക്ക് വെച്ചിട്ട് കാക്കകൾ അവിടെ ഇരിപ്പുണ്ട്, കഴിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പക്ഷേ അപ്പം തന്നെ ഒരു ഉൾവിളി വന്നു. അപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ അടിയന്തരങ്ങൾക്ക് ശുദ്ധമായിട്ടുണ്ടാക്കാനായിട്ട് ആൾക്കാരുണ്ട്. ആണുങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് ഭൂരിഭാഗവും. പെണ്ണുങ്ങളാണെങ്കിലും കുളിച്ച് ശുദ്ധമായിട്ട് കയറണം. കാര്യം ഭഗവാന് നേദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിതൃ കാര്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അകത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇനി ഇവിടെ ഉണ്ടാക്കിയ പപ്പടമോ രസമോ, ഈ പപ്പടം, രസം, മോര് അതൊന്നും നേദിക്കാൻ എടുക്കുകയില്ല, ഇത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അതൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇന്ന് വിളമ്പാനായിട്ട് ഉണ്ടാക്കിയതിൽ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ജയിച്ചേച്ച് പറഞ്ഞു, ശ്രീനിവാസ, ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയൻ ചക്ക കറി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് 12-13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇടിയൻ ചക്കയുടെ കറി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീനിവാസ. പക്ഷേ ഞാൻ വെട്ടയ്ക്കൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ശുദ്ധിയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയ പോലെ ശുദ്ധമായിട്ടുണ്ടാക്കിയതല്ല, ഭഗവാന് നേദിച്ചതല്ല. അത് വെക്കാവോ ശ്രീനിവാസ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി തവിതാ പാത്രം കാണിക്കുന്ന പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു കരണ്ടി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് ആ ഇലയെ കൊണ്ടുപോയിട്ട് ധാർമ്മികമായിട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല, ഭഗവാന് നേദിച്ചു. പക്ഷേ ആശ്ചര്യകരമാണെന്ന് പറയട്ടെ, അവിടെ നിൽക്കുന്ന വളരെയധികം ആൾക്കാർ കാണുകയാണ്. അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ കാക്കൾ കൂട്ടം കൂടി വന്ന് ആദ്യം വന്ന് കൊത്തിയ കാക്ക ആ ചക്ക എന്താണ് ഇടിയൻ ചക്കയുടെ കറിയാണ് കൊത്തിയത്. ഇപ്പോഴും എൻ്റെ കണ്ണുകളിലുണ്ടത്. അപ്പോൾ പല കാര്യങ്ങളും കാക്കകളിലൂടെ ആത്മാക്കൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വ്യക്തി ഇങ്ങനെ പെറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ ഏതോ നേരത്തെ ശരീരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആത്മതലത്തിലുള്ള ആളാണോ അവരുടെ വീട്ടിലെ വളർത്ത് ഇതായിട്ട് ജനിച്ചതെന്ന് ചോദിക്കുന്നു. ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഒരു കാര്യം ചെയ്യുക, ആ വ്യക്തിക്ക് ആരാണോ ആ ശരീരം വെടിഞ്ഞത് അവരുടെ ആസ്ട്രൽ ബോഡി ആ വീട്ടിലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം പോലെ അതൊരു പുണ്യാത്മാവായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തന്നുകൊണ്ട് ഈശ്വരനും നിങ്ങളുമായിട്ടുള്ള ഒരു ലിങ്കായിട്ട് ആ ആത്മചൈതന്യം ആ വീട്ടിലുണ്ട്. ഒരു കാര്യം ചെയ്യുക, ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടായിരുന്ന എന്തുവാകട്ടെ, ബിസ്ക്കറ്റ് ആയിരിക്കാം, ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പലഹാരമായിരിക്കാം, ഹലുവയായിരിക്കാം, ജിലേബി ആയിരിക്കാം, ആ കുട്ടിയാണോ മുതിർന്ന ആളാണോ എന്നറിയില്ല, അവർക്ക് വേണ്ടി ഒന്ന് കാക്കയ്ക്ക് വെച്ച് നോക്കൂ. വന്ന് കൊത്തിയെടുത്തിട്ട് ഇല കാലിയാക്കണത് നിങ്ങൾക്ക് കാണാം. കാരണം എന്തെന്നാൽ ആ സോള് ആ കാക്കയിൽ സ്വാധീനം ചെലുത്തും. അതാണ് കാര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത് നമ്മുടെ ശനീശ്വരന് നമ്മളോട് ഇഷ്ടപ്പെടാച്ചിട്ടാണ് കാക്ക എടുക്കാത്തതെന്ന് വിചാരിക്കരുത്. നമ്മുടെ കാർമിക് ബ്ലോക്ക് ക്ലിയർ ആകുകയാണ്. ഒരു ദിവസത്തെ കാക്ക നോക്കിയല്ലേ അല്ലേ വെച്ചിരിക്കണത് എന്താണെന്ന് നോക്കി, ശരി ഇനി കുറച്ചുകൂടി ക്ലീൻ ആകട്ടെ എന്ന് പറഞ്ഞ് മാക്സിമം 7 days അല്ലെങ്കിൽ 9 days, ഈ 9 ഗ്രഹങ്ങളുടെ 9 days കഴിയുമ്പോൾ ഡെയിലി വെക്കുകയാണെങ്കിൽ മാറും. പക്ഷേ ശനിയാഴ്ചകളിലാണ് വെക്കണമെങ്കിൽ നെക്സ്റ്റ് ശനിയാഴ്ച കാക്ക വന്ന് അടുത്തിരുന്നൊന്ന് കൊത്താനെങ്കിലും ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് അനുഭവം കേട്ടോ. അപ്പോൾ ഈ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, സാറിൻ്റെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് പലർക്കും ആത്മവിശ്വാസം വരുന്നു എന്ന്. കാര്യം എന്ന് വെച്ചാൽ അനുഭവങ്ങളാണ്. എൻ്റെ ഗുരു അനുഗ്രഹിച്ച് തന്ന, എൻ്റെ ഉപാസനാമൂർത്തികൾ തന്ന, എനിക്ക് പ്രോത്സാഹനം തരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, അതിൽ 100 കണക്കിന് ആൾക്കാർ എനിക്ക് ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചെന്നൈയിൽ നിന്ന്, ചേട്ടാ എനിക്ക് ചേട്ടൻ എന്നെ കണ്ടതിന് ശേഷമുള്ള അനുഭവങ്ങൾ ഞാൻ മെസ്സേജ് ചെയ്യണമെന്നുണ്ടായില്ല, പിന്നെ വേണ്ടേ എന്ന് ആലോചിക്കുന്നു, ചേട്ടൻ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, മെസ്സേജ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ താഴെ മെസ്സേജ് ചെയ്യൂ. കാര്യം ഇതൊക്കെ പ്രപഞ്ചശക്തിയുടെ കളികളിൽ ഈ കാർമ്മികത്തിൽ കാർമ്മിക
വ്യതിയാനങ്ങളിൽ ഒരു ഗൈഡൻസ്, ഒരു മെൻറ്ററായിട്ട് ആകാനുള്ള നിയോഗം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങളിടുന്ന ആ മെസ്സേജ് പലർക്കും പ്രചോദനമാകും, അവരുടെ ജീവിതത്തിനൊരു വഴികാട്ടിയാകും. എന്ത് കാര്യം, അത്രയ്ക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ പോയതാണ് ആ വ്യക്തി. അവരുടെ പേര് ശ്രീമതി ശാന്ത എന്നാണ്. മനസ്സിലായി? അവർ ചെയ്യുന്ന ജോലി പോലും നേരത്തെ ഇൻറ്റ്യൂഷൻ കിട്ടി അവരോട് പറഞ്ഞൊരു ജോലി. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഡിസേബിൾഡ് ചൈൽഡ് എന്നുള്ള ആ വിഷയം വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്ന. അപ്പോൾ എനിക്ക് എൻ്റെ ജിപേയിലേക്ക് പണം അയച്ച 77 57 58 31 60 12 ഈ 3 നമ്പറുകളിൽ തീരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ജിപേയിലൂടെ നിങ്ങളുടെ ഫുൾ നമ്പർ എന്നെ അറിയിക്കുക. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തതാണോ, നിങ്ങൾക്ക് വേണ്ടിയാണോ വേറെ ആൾക്ക് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം എൻ്റെ അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ധാർമ്മിക ബാധ്യതയുണ്ട്. ഞാനത് നോട്ട് ചെയ്തിട്ട് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ദയവ് ചെയ്ത് സഹകരിക്കണം. പിന്നെ പണം അയച്ചാലേ നോക്കുന്നുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഇന്നലെ അയച്ച ഈ 3 പേരാണ്. ഇന്നലെ സംസാരിച്ചത് 30 മേളിലെ ആൾക്കാരാണ്. അപ്പോൾ പണം ഒരു ഘടകമല്ല. പക്ഷേ പണം എനിക്ക് അയക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഒരു വ്യക്തി 2000 രൂപ അയച്ചത് ഇന്നലെയല്ല, ഒരു ശിവരാത്രിയുടെ ഇടയ്ക്കാണ് അയച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നതിൻ്റെ പലിശ സഹിതം, അപ്പോൾ എനിക്ക് അയച്ചപ്പോൾ അന്നദാനം എന്നും പറഞ്ഞാണ് അയച്ചത്. പലിശ സഹിതം ഇന്നലെ കൊണ്ടുപോയി പാവക്കുളം ക്ഷേത്രത്തിൽ ഞാൻ ചീട്ടാക്കിയിട്ട് അതിൻ്റെ കോപ്പി ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തു. കാര്യം അത് ധാർമ്മിക ബാധ്യതയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതെൻ്റെ ഡയറിയിൽ ഇന്നലെ ചീട്ടാക്കിയത് ആ വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ആക്കിയത്, ഇത്രയും വലിയ എമൗണ്ട് ആയതുകൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെ പണം അയക്കുന്നവർ അതിൽ തന്നെ മെസ്സേജിൽ തന്നെ ആ ജിപേയിൽ തന്നെ നിങ്ങളുടെ ഫുള്ള് ഫോൺ നമ്പരും പേരും ഒന്ന് അറിയിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപേയിൽ ആകെ ആദ്യത്തെ 2 91 പിന്നെ ലാസ്റ്റ് 4 അക്കങ്ങളെ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് സഹകരിക്കണം, എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ പ്രാർത്ഥന ഉപാസനയുടെ പങ്ക് ഞാൻ അതിൻ്റെ ആ പുണ്യം പങ്കുവെച്ച് നൽകുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കട്ടെ. അതാണ് രാവിലെ തന്നെ 8 മണിക്ക് മുമ്പ് തന്നെ ഞാൻ ഈ വോയിസ് ഇടുന്നതിൻ്റെ കാര്യം അതാണ്. അതുപോലെ തന്നെ പലവിധ ശാരീരിക ഇതായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർക്കെല്ലാം എത്രയും പെട്ടെന്ന് സൗഖ്യമാവട്ടെ. ഇന്നലെ എൻ്റെ ചിറ്റമ്മ വിളിച്ചിരുന്നു കൊച്ചിയിൽ നിന്ന്. അപ്പോൾ ചിറ്റമ്മ പറഞ്ഞത്, ചിറ്റമ്മയുടെ അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേരും എൻ്റെ പേര് തന്നെയാണ്, ശ്രീനിവാസ് എന്നാണ്. സർനെയും മാത്രം വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു ആക്സിഡൻ്റായിട്ട് ഒരു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയാണ് വിളിച്ച് പറഞ്ഞത്. ആ കാര്യം ചിറ്റമ്മ എന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അതും പറഞ്ഞത് ഇന്നലെ. പിന്നെ അതിനുശേഷം എനിക്കാരെയും വിളിക്കാൻ സാധിച്ചില്ല. കാര്യം എന്നെക്കാളും കുറച്ച് പ്രായത്തിന് 10-15 വർഷം മൂത്തതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ആലപ്പുഴയിൽ പോകുമ്പോൾ ആ ചേട്ടൻ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു, അതുമെല്ലാം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമോഷനും വരുമ്പോഴത്തേക്കും നമുക്ക് മെഡിറ്റേഷനൊന്നും ചെയ്യാൻ പറ്റാത്തൊരിത് വരും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസന മെഡിറ്റേഷൻ അതിൻ്റെ പുണ്യം എല്ലാവർക്കും പങ്കുവച്ച് നൽകിക്കൊണ്ട് എന്നെ കാണുന്ന ഈ മുന്നിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.